ഇയാൾ ഇതുവരെ പോയില്ലേ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ മതി. തൽപരകശിയല്ല. നല്ല സമാധാനമുള്ളൊരു പ്രഭാതം. എത്ര നാളത്തിന്റെ സ്വപ്നമായിരുന്നു അറിയാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇന്ന് നിന്റെ അവസാനമാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്? നീയോ? അല്ല, അവനെങ്ങനെ രക്ഷപ്പെട്ടുകൂടാ? ആ കാര്യം ഞാൻ എത്തി. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഞങ്ങളെ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറേഞ്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇവൻ രക്ഷിക്കൂ. റീകോൾ ചെയ്തോടെ പോയി. ലെവൽ 3 ബാഗ് ഫുൾ ആവാനും വേണ്ടി ഇതിനകത്ത് എന്തു എടുത്തിട്ട് ഞാൻ ഫ്ലാഷ് ബാക്ക്. ഞാൻ കണക്കില് വീക്കാ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാൻ. അപ്പാ വണ്ടി എടുത്തിക്കേ. കുറച്ച് കളയും ഇങ്ങോട്ടേ. കുപ്പി തട്ടിയത്. അത് ശരി. എന്താ ഉണ്ടായേ? കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേറാനും പറ്റിയല്ലോ. ഓക്കെ താങ്ക് യു. ആ കുട്ടി മുണ്ടിന് തുമ്പൊന്ന് പിടിച്ചു. ഇവളെ പരസ്യമായി പീഡിപ്പിച്ചിട്ട് എനിക്ക് ജയിലിൽ പോകണം. അതാ എന്റെ അന്ത്യാഭിലാഷം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലടാ റാസ്കലേ. ഹലോ മിസ്റ്റർ പെരേര. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാക്കുഴിയിലോ കാണും. അത് ബ്രഹ്മചര്യം പോയില്ല. വെറുതെ വേലി കയറുന്ന സ്നേക്കിനടുത്ത് VIP ഷെഡിയിൽ വെച്ച പോലെ. ഇതൊക്കെ എന്ത്? ഇനി സ്വപ്പം മ്യൂസിക് കേൾക്കാം. പോലും